എം സ്വരാജ് ഇതേ കാര്യം പറഞ്ഞപ്പോൾ അയാളുടെ തന്തക്ക് വിളിച്ചു. ഇപ്പോൾ ഇത് പറയുന്നത് കരസേന മുൻ മേധാവിയാണ്. അപ്പോൾ എന്താ ഇങ്ങേരുടെ തന്തക്കും വിളിച്ചൂടെ? ഇല്ല. അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി നമ്മൾ കണക്ക് ചോദിക്കേണ്ടതുണ്ട്, കണക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ അന്ധമായ രീതിയിൽ യുദ്ധവെറി കാണിക്കുന്നത് തീർത്തും തെറ്റാണ്. നമ്മുടെ നാട്ടിലെ മീഡിയകൾ കണ്ടാൽ മനസ്സിലാവും, ഒരുതരം റിയാലിറ്റി ഷോ പോലെയോ അല്ലെങ്കിൽ എന്തോ ഒരു തൃശ്ശൂർ പൂരം പോലെയൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു വള്ളംകളി പോലെയാണ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രയധികം ആവേശമാണ്, അത്രയധികം യുദ്ധവെറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തീർക്കും, ഇപ്പം നശിപ്പിക്കും, ഇപ്പം കംപ്ലീറ്റ് അങ്ങ് ഇല്ലാതാക്കും, ഓക്കെ ശരിയാണ്. പക്ഷേ രണ്ട് ഭാഗത്തും നല്ല രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോവാതെ ഈ ഒരു പ്രശ്നം അവസാനിക്കുകയും വേണം. ശത്രുക്കൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുക്കണം. അതാണ് രാജ്യം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കംപ്ലീറ്റ് ഒരു യുദ്ധത്തിലേക്ക് പോയി രാജ്യം മുച്ചൂടെ നശിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമില്ല. അപ്പോൾ അത് ഈ അമിത ആവേശം തലക്ക് പിടിച്ച ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും പ്രത്യേകിച്ച് നഷ്ടപ്പെടാനില്ല. ഇന്ത്യ അങ്ങനെ ഒരു രാജ്യമല്ല, താഴേക്കിടയിൽ നിന്നും ഉയർന്നു വന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ എല്ലാ മേഖലയിലും രാജ്യം മുന്നോട്ടാണ്, ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. നമ്മളൊരു യുദ്ധത്തിലൂടെ നമ്മൾ ഒരുതരം ട്രാപ്പിൽ പെടാൻ പാടില്ല ഒരു നിലക്കും. അപ്പോൾ ശത്രുക്കൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുക്കണം, രാജ്യത്തിന് അതേസമയം വളരുകയും ചെയ്യണം. അപ്പോൾ ഇത് രണ്ട് കാര്യവും കൂടെ നടക്കണം.